നമ്മള് മലയാളികൾക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടാണ്. റൈറ്റ്? അടിപൊളി സംവിധായകരും, നടന്മാരും, പാട്ടുകാരും ഒക്കെയുള്ളൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. ആഹ്, ഞാൻ പഴയ ഏർലി 2000s ലേറ്റ് 90s മലയാള സിനിമകളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലോട്ട് എപ്പോഴും വരുന്നത്, ഈ സിനിമകളുടെ ഫസ്റ്റ് ഹാഫില് എല്ലാ സിനിമകളും അല്ല, മിക്കവാറും സിനിമകളിലൊക്കെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര തമാശയും, നല്ല മൂഡൊക്കെ ആയിരിക്കും. സെക്കൻഡ് ഹാഫ് ഫുൾ ഡാർക്കാവും. അവസാനമാകുമ്പോ ഒരു ഹാപ്പി എൻഡിങ് പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് അവസാനിപ്പിക്കും. റൈറ്റ്? ഇപ്പൊ നമ്മളിപ്പോ 'മിന്നാരം' എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 'തിളക്കം' എടുക്കുകയാണെങ്കിൽ, 'നരസിംഹം' എടുക്കുകയാണെങ്കിൽ, 'ക്രോണിക് ബാച്ചിലർ' എടുക്കുകയാണെങ്കിൽ, ഇതിലൊക്കെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, തമാശയാണ്, രസാണ്. സെക്കൻഡ് ഹാഫ് ഫുൾ ഡാർക്കാവും. നമ്മൾ മടുത്തു പോവും. എനിക്കൊക്കെ ഈ ഡാർക്കാവുമ്പഴത്തേനും ഞാനും ഡാർക്കായി പോകുന്നോണ്ട് ഞാൻ ഇങ്ങനത്തെ സിനിമകൾ അധികം ഇപ്പൊ കാണാറില്ല. അപ്പൊ റീസെന്റ്ലി നമ്മുടെ 'വാഴ 2' എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അപ്പൊ 'വാഴ 2' ഇറങ്ങിയപ്പോ ഞാനിങ്ങനെ അതിന്റെ ട്രെയിലറിന്റെ കമന്റിൽ വായിച്ചപ്പോ ഫസ്റ്റ് ഹാഫ് ഫുൾ ചിരി, സെക്കൻഡ് ഹാഫ് ഹാപ്പി ഫേസ് ഇമോജി പക്ഷേ കണ്ണുനീര്, എന്താ എൻഡിങ് ഹാപ്പി ഫേസ് ഇമോജി. ഇങ്ങനെ ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി 'വാഴ 1' പോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇത് ഡാർക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് വെച്ച് സിനിമ കാണാൻ പോയില്ല. പക്ഷേ സിനിമ കണ്ടിട്ട് ഈ ആഴ്ച ആനന്ദ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, "സോണിലെ പബ്ലിക് പോളിസീൻ്റെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് സംസാരിക്കണം" എന്ന് പറഞ്ഞു. റൈറ്റ്? അപ്പോ നീല കണ്ണാടി വെച്ച് കാണുന്നയാളെല്ലാം നീലയായിട്ട് കാണുംന്ന് പറഞ്ഞ പോലെ പബ്ലിക് പോളിസി കണ്ണുകളിലൂടെ വാഴേനെയും കൂടെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ആനന്ദ്. അപ്പോൾ ആനന്ദ് 'വാഴ 2'ൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി പബ്ലിക് പോളിസിനെ പറ്റി എന്ന് നമുക്ക് ഈ ആഴ്ച ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. ഞങ്ങൾ നയനീതി പോളിസി കളക്റ്റീവിന്റെ ഫൗണ്ടേഴ്സാണ്. കേരളത്തിലെ പബ്ലിക് പോളിസി വിഷയങ്ങളെ പറ്റിയും ഞങ്ങള് പഠിക്കുന്ന പബ്ലിക് പോളിസിയിൽ അറിയുന്ന, ചിന്തിക്കുന്ന പബ്ലിക് പോളിസി വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് നയദൃഷ്ടി പോഡ്കാസ്റ്റ്. ഇന്ന് ഞങ്ങളൊരു ഡിഫറന്റ് ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. സിനിമകളെ പറ്റിയും ഞങ്ങള് കാണുന്ന, വായിക്കുന്ന ബുക്കുകളെ പറ്റിയൊക്കെ സംസാരിക്കണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും പറ്റാറില്ല. അപ്പം കഴിഞ്ഞ ആഴ്ച ആനന്ദിന്റെ ബർത്ത്ഡേക്ക് ആനന്ദ് പോയിട്ട് 'വാഴ 2' കണ്ട് അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു. അപ്പം 'വാഴ 2' കണ്ടതിന് ശേഷം ആനന്ദിന് അതിനകത്തുനിന്ന് കുറേ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പബ്ലിക് പോളിസിനെ പറ്റി. അപ്പോൾ ഐഡിയാസിനെ പറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞങ്ങള് വിചാരിച്ചത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ബട്ട് എന്താണ് ആനന്ദേ നിനക്ക് വാഴയിൽ നിന്ന് കിട്ടിയ പബ്ലിക് പോളിസി ലെസൺസ്? ഇതിലെ ആദ്യത്തെ ലെസൺ അല്ലെങ്കിൽ ഈ അത് പറയുന്നതിന് മുന്നേ ഈ സിനിമയുടെ കാസ്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടീമായിരുന്നു ഈ ഹാഷിറും ആളുടെ കൂടെയുള്ള അലൻ, വിനായക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്കിത് ഭയങ്കര ഒരു ഹാപ്പി സംഭവമായിരുന്നു അവരൊരു ബിഗ് സ്ക്രീനിൽ കാണുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കാസ്റ്റിന്റെ കാര്യം തന്നെ എനിക്കൊരു പബ്ലിക് പോളിസി ആംഗിളായിട്ട് പറയണമെന്നുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. കാരണം ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ടും സോഷ്യൽ മീഡിയയുടെ മോശം വശങ്ങളെ പറ്റിയിട്ടും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. കർണാടകയിലൊക്കെ റീസെന്റ് സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാനൊക്കെ കൊണ്ടുവന്നിരുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കരുത് എന്നൊക്കെ ഉം. പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഞാൻ ഉം. ആലോചിക്കുന്നത്, നമ്മള് ഇങ്ങനത്തെ ഒരു ബാന് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, ഉം. അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം, സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ആഹ്, നമ്മളുടെ പല ജീവിത കാര്യങ്ങളും ഡെമോക്രറ്റൈസ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോ ഈ വാഴ 2 ഉം. കാസ്റ്റിന്റെ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ആ സംഭവം പറയാം. കാരണം ഈ ഹാഷിറും അലനും വിനായകും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിനിമയില് ലീഡ് ആക്ടേഴ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്തും ഉം. അങ്ങനത്തെ ഒരു പാരലൽ യൂണിവേഴ്സിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ. കാരണം അവരൊക്കെ ഉം. അവരുടെ സ്കിൽസ് കാണിച്ചത്, അവരുടെ ആക്ടിങ് കഴിവുകൾ കാണിച്ചതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ്. ഉം. അതുവഴി അവര് നേടിയ ഫോളോവേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരെ ഒരു സിനിമ എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് പുഷ് ചെയ്തത്. അപ്പോ ഉം. സിനിമ എന്ന് പറയുന്ന ഫീൽഡ് നിങ്ങൾക്കറിയാം. ഇപ്പൊ കുറച്ചു കാലം മുന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നെപ്പോട്ടിസം ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. കണക്ഷൻസും, ആരെങ്കിലൊക്കെ ഉം. പരിചയം ഉണ്ടാവണം, ആരുടെങ്കിലൊക്കെ മകനാവണം, മകളാവണം സിനിമയിലെത്താൻ എന്നൊക്കെയുള്ളതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അങ്ങനത്തെ ഒരു ഭയങ്കര ഉം. ക്ലോസ്ഡ് ആയിട്ടുള്ള കുറെ ഗേറ്റ് കീപ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു സിനിമ എന്ന് പറയുന്നത്. അവിടെയൊക്കെ എനിക്ക് ഉം. തോന്നുന്നു ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുക, ഒരാൾ സ്വന്തം കഴിവ് കൊണ്ട് വളർന്നു വരിക എന്നൊക്കെ പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉം. നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. വളരെ
ടാലന്റഡ് ആയിട്ടുള്ളവര് സിനിമയിൽ വരുന്നത് കാണുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ചെയ്തൊരു ഉം, വലിയൊരു കാര്യമാണ്. സിറ്റീസ് എന്നല്ലാണ്ട് വില്ലേജസ് ഉം, എന്നൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അവരുടെ കഴിവുകൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉം, ഇല്ലാത്ത ഒരു ലോകത്ത് ഇമ്പോസിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു രീതിയില് ഡെമോക്രറ്റൈസ് ചെയ്തിട്ടുണ്ട് ആക്സസ്. ഇങ്ങനെ അവരുടെ കഴിവുകൾ പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസ്. അങ്ങനെയൊക്കെയുള്ളൊരു അതൊരു മേജർ റോളാണ് സോഷ്യൽ മീഡിയ ചെയ്തത്. അത് നമ്മൾക്കൊരിക്കലും ഉം. കുറച്ച് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ മോശം വശങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യവും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. എന്താണ് സോനലിന്റെ ഒപ്പീനിയൻ അതില്? Yeah. നീ ഈ സോഷ്യൽ മീഡിയ ബാനിനെ പറ്റി നൈസായിട്ട് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ സോഷ്യൽ ആ. മീഡിയ പൊതുവെ ബാനിനെ പറ്റി ബാനുകളൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. പക്ഷേ സോഷ്യൽ മീഡിയ ബാനിന് ഞാൻ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ബാനിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യണം എന്നുള്ളതല്ല. അഡൽട്ട് അല്ലാത്ത ആൾക്കാര് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. റൈറ്റ്. സോ അതും സോഷ്യൽ മീഡിയ ബാൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് കടന്ന കൈയാണ്. പക്ഷേ നമ്മള് പ്രായപൂർത്തിയായ ആൾക്കാർക്ക് നമ്മൾ പല കാര്യങ്ങളും ഇപ്പം മദ്യപിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ അനുവാദമില്ല. അതുപോലെ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ ബ്രെയിനിനെ ഓൾട്ടർ ചെയ്യുന്നൊരു ഡിസിഷനാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അത് അഡൽട്ട് അല്ലാത്ത ആൾക്ക് ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഏജൻസി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് സോഷ്യൽ മീഡിയ ബാനിന്റെ പുറത്തുള്ളത്. പക്ഷേ നീ പറഞ്ഞ ബാക്കി എല്ലാ കാര്യവും ഞാൻ 100% സപ്പോർട്ട് ചെയ്യുന്നു. ആം, എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം നമ്മളീ പണ്ടൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ടിവിയിലൊക്കെ ഒറ്റ ചാനലേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരദർശൻ ഉം, മാത്രം കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ 1, 2 ചാനലുകളേ ഉണ്ടായിരുന്നുള്ളൂ. ചാനലുകൾ കൂടുതൽ വരുന്തോറും കൂടുതൽ ഡിഫറെന്റ് ടൈപ്പ് ന്യൂസുകൾ, കൂടുതൽ ഡിഫറെന്റ് ടൈപ്പ് ഇൻഫോർമേഷൻ, നമ്മുടെ ഉം, ചോയ്സുകൾ നമുക്ക് കൂടുകയാണ്. റൈറ്റ്? അതുപോലെ തന്നെ ആം, ഒരു യൂട്യൂബ് അല്ല, അല്ലെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സ് അല്ല, ഒരു ആമസോൺ പ്രൈം അല്ല. നമുക്ക് അങ്ങനത്തെ 1000 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഉം, കൂടുതൽ കോമ്പറ്റീഷനുകൾ ഈ തമ്മിലുള്ള കമ്പനികൾ തമ്മിൽ വരികയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇതുപോലത്തെ ആർട്ടിസ്റ്റുകൾക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഇതുപോലത്തെ മാർക്കറ്റുകൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഇതുപോലത്തുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരുന്നതാണ് എൻ്റെ അഭിപ്രായം. വേറൊരു എക്സാമ്പിൾ എന്ന് മനസ്സിലോട്ട് വരുന്നത് കരിക്കാണ്. ഉം, അപ്പോൾ കരിക്ക് അവർക്കൊരു സിനിമയിലും അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. പക്ഷേ യൂട്യൂബിലൂടെ മാത്രം എനിക്ക് തോന്നുന്നു പല സിനിമകളും ഉണ്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസയും ഉം, റീച്ചും കരിക്കിന് ഒരുപക്ഷെ കിട്ടുന്നുണ്ടാവും. റൈറ്റ്? അതും ഭയങ്കര വലിയ അവരൊന്നും വെറും യൂട്യൂബ് കൊണ്ട് മാത്രം ഉം, കഴിച്ചിലാവുന്നതല്ല. അവര് വളരെ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് താനും. റൈറ്റ്? അപ്പം ഉം. അതും ഒന്ന് നോട്ടബിൾ ആയിട്ട് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ സോഷ്യൽ മീഡിയ നീ പറഞ്ഞ ഡെമോക്രറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ ഡീസെൻട്രലൈസ് ചെയ്യാണ്. നമ്മുടെ കഴിവുകൾ അവരുടെ വീടുകളിലേക്ക് ഇത് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊണ്ടെത്തിക്കുന്ന ഒരു സാധനവും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പം സോഷ്യൽ മീഡിയനെ പറ്റി നീ ചിന്തിച്ചു. വാഴ കണ്ടപ്പം. വേറെന്താണ് ഒരു പബ്ലിക് പോളിസി തിങ്കിങ് വാഴ കണ്ടപ്പം വേറെന്താണ് Yeah. വന്നത്? വേറൊരു പ്രശ്നം ആ സിനിമയിലുടനീളം ചർച്ച ചെയ്യുന്നതും പല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് ഡ്രഗ് യൂസ് ആണ്. പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിന്റെ ഇടയില്, ടീനേജേഴ്സിന്റെ ഇടയിലുള്ള ഡ്രഗ് യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് കേരളം ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഓക്കെ. പ്രശ്നവുമാണ്. കാരണം നമ്മളിപ്പോ കുറെ വാർത്തകൾ കാണുന്നുണ്ട് ഡ്രഗ് യൂസിനെ പറ്റിയിട്ടും. ചെറിയ കുട്ടികൾ വരെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ കുറെ ന്യൂസ് ആർട്ടിക്കിൾസും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു മേജർ പ്രശ്നമാണ്. നമ്മള് കേരളത്തിലെ സൊസൈറ്റിയും കുറെ ഇതിനെപ്പറ്റി ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. ആക്ച്വലി ഞാനപ്പോ ഇതിനെപ്പറ്റി നമ്മളൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ. നമ്മള് ഈ കേരളത്തിലുള്ള ഡ്രഗ് യൂസ് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഷോ നോട്ട്സിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ ഇതിലുള്ളൊരു കാര്യം, ഞാനിപ്പോ ഇതിന്റെ ഡേറ്റയും കാര്യങ്ങളും കൂടി കുറച്ചൊന്ന് ജസ്റ്റ് പറയാം. കാരണം കേരളമാണ് 2022 മുതൽ 2024 വരെയുള്ള ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം. സെക്കൻഡ് ആയിട്ട് ഉള്ളത് മഹാരാഷ്ട്രയും തേർഡ് പഞ്ചാബുമാണ്. ഇപ്പൊ ഈ മഹാരാഷ്ട്രയും പഞ്ചാബും ഈ 2 സ്റ്റേറ്റിലുള്ള ഡ്രഗ് യൂസിന്റെ കേസസ് ഒരുമിച്ചാൽ തന്നെ അതിനേക്കാളും കൂടുതൽ കേരളത്തിൽ ഡ്രഗ് യൂസിന്റെ കേസസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഈ ഡേറ്റ നമുക്ക് പറയുന്നത്. ആ ഡേറ്റയും കാര്യങ്ങളൊക്കെ അതും ഞാൻ ഷോ നോട്ട്സിൽ ഇടാം. അത് കൂടാതെ വിമുക്തി സർവേ എന്ന് പറഞ്ഞിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സർവേ നടത്തിയിരുന്നു. അതില് കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട് ടീനേജേഴ്സിന്റെയും ചെറിയ കുട്ടികളുടെ ഒക്കെ ഡ്രഗ് യൂസിനെ പറ്റിയിട്ട്. അപ്പോ ഈ വിമുക്തി സർവേ എന്ന് പറയുന്നത് ആക്ച്വലി ഡ്രഗ് യൂസിൽ പിടിക്കപ്പെട്ട കുട്ടികളെയും ടീനേജേഴ്സിനെയൊക്കെ ചെയ്ത സർവേ ആയിരുന്നു. അപ്പോൾ അതിൽ പറയുന്നത് 82% ഈ പിടിക്കപ്പെട്ട ടീനേജേഴ്സും യൂസ് ചെയ്യുന്ന ഡ്രഗ് കഞ്ചാവാണ്, മരിജുവാനയാണ് എന്നാണ് ഇതിൽ പറയുന്നത്.
അതാണ് അവരുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഉം, മിക്കവാറും കുട്ടികളും ഇതിൽ പിടിച്ച കുട്ടികളും ഡ്രഗ് യൂസ് സ്റ്റാർട്ട് ചെയ്തത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള ഒരു ടൈം പീരീഡിലാണ്. അത്രയും ചെറിയ വയസ്സ് മുതലേ ഉം, ഇവര് ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ് ഈ ഒരു സർവേയിൽ വ്യക്തമാകുന്നത്. അപ്പോ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത്ര ചെറിയ കുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യുക. അത് ഉം, എവിടുന്ന് ഇവർക്ക് ഡ്രഗ് കിട്ടുന്നു? എന്താണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? അപ്പൊ പൊതുവെ നമ്മള് ഈ സർവേയിലും പറയുന്ന ഒരു കാര്യം അവര് ആദ്യം ഡ്രഗ് കൊടുക്കുന്നതും അവർക്ക് കിട്ടുന്നതൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നാണ് എന്നുള്ളതാണ് ഈ സർവേയിലും പറയുന്നത്. അപ്പൊ അതും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. അപ്പൊ ഞാൻ ഇതിനെ ഉം, പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനൊന്ന് മാറ്റി ചിന്തിക്കുക? എന്തൊക്കെയാണ് ഫോഴ്സ് ചെയ്യുന്നത് ശരിക്കും കുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ സിനിമയിലും ആക്ച്വലി അത് അൽഫോൺസ് പുത്രന്റെ ഒരു ഉം, പോലീസിന്റെ ക്യാരക്ടറൊക്കെ വന്നിട്ട് കുറെയധികം ഡ്രഗ് യൂസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കുറച്ചൊരു മാറി ചിന്തിക്കുന്ന പോലത്തെ ഒരു ചിന്തയാണ്. കാരണം കുട്ടികളെ നമ്മൾ ക്രിമിനലൈസ് ചെയ്യണോ ഡ്രഗ് യൂസിന്? അതോ അവരെ പാരന്റ്സും സൊസൈറ്റിയും ഒക്കെ എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെയൊക്കെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇതിൽ ഭാഗമാവുന്നത്? ടീച്ചർമാരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇതിൽ ഭാഗമാവുന്നതൊക്കെ? അപ്പോ ഈ ക്രിമിനലൈസേഷൻ ഓഫ് ഡ്രഗ് യൂസ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഒരു ഡ്രഗ് യൂസിന് പിടിക്കപ്പെടുമ്പോൾ അവരെ ക്രിമിനൽസ് ആയിട്ട് കാണുക. ഉം, അവരെ സൊസൈറ്റിന്ന് ഷൺ ചെയ്യുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഹാഷിറിന്റെ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങനത്തെ ഒരു ഡ്രഗ് യൂസിന്റെ കേസിൽ പിടിക്കുന്നുണ്ട്. അവരെ സൊസൈറ്റി ഷെയിം ചെയ്യുന്നുണ്ട്. ഉം, അവരെ സൊസൈറ്റിന്ന് മാറ്റി നിർത്തുന്ന പോലെയൊക്കെ ഉം, ഉള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ്. ഉം, നമ്മളിപ്പോ ചെറിയൊരു ഡ്രഗ് യൂസിന്റെ കേസിൽ തന്നെ കുട്ടികളെ പിടിക്കുക, പോലീസ് പിടിക്കുക, അത് കേസ് രജിസ്റ്റർ ചെയ്യുക, അതൊരു ഉം, സോഷ്യൽ ഷെയിമിങ്ങിലേക്കൊക്കെ ലീഡ് ഉം, ചെയ്യുക. ഇത് ഇങ്ങനെ തന്നെയാണോ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. കാരണം ആഹ്, ഇവര് ഇത്ര ചെറിയ കുട്ടികളൊക്കെ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വേറെന്തോ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു സോഷ്യൽ പ്രശ്നം, അല്ലെങ്കിൽ ഈ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിലുള്ള പ്രശ്നം അതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോ അത് അഡ്രസ് ഉം, ചെയ്യാതെ ഈ കുട്ടികൾക്കെതിരെ കേസെടുത്തത് കൊണ്ട് മാത്രം ഈ പ്രശ്നം സോൾവ് ആവില്ല എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. ഞാൻ ആ ആർട്ടിക്കിളിലും അങ്ങനത്തെ ഒരു രീതിയിലാണ് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോ അതില് ഞാൻ ഉം, കോട്ട് ചെയ്ത അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ പറയുന്ന വേറൊരു കേസ് സ്റ്റഡി പോർച്ചുഗലിന്റെ ഒരു കേസ് സ്റ്റഡിയാണ്. ഉം, പോർച്ചുഗൽ 2001 ഡ്രഗ് യൂസ് ഉം, ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ലീഗൽ അല്ല, പക്ഷേ ഡ്രഗ് യൂസ് ചെയ്തതിന് പിടിച്ചിട്ട് കേസാക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു നിയമമായിരുന്നു കൊണ്ടുവന്നത്. അപ്പൊ ഉം, അത് ചെയ്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉം, ഒരു പ്രശ്നം ഒഴിവാക്കുക. അതായത് ഡ്രഗ് യൂസില് ചെറിയ വയസ്സിലുള്ള കുട്ടികളെയൊക്കെ പിടിച്ച് ക്രിമിനൽസ് ആക്കിയിട്ട് അവരുടെ ഭാവി നശിപ്പിക്കാതെ അവരെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉം, മെക്കാനിസത്തിലൂടെ കൊണ്ടുപോവുക. അവർക്ക് കൗൺസിലിംഗ് സപ്പോർട്ട് കൊടുക്കുക. വേറെ ഉം, എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. പക്ഷെ അവരെ ക്രിമിനൽസ് ഉം, ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു കുറ്റമാക്കാതിരിക്കുക. ഒരു ഉം, ക്രിമിനൽ കേസ് ആക്കാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു ഉം, പോളിസിയായിരുന്നു പോർച്ചുഗൽ ചെയ്തിരുന്നത്. ആക്ച്വലി അതിന്റെ സ്റ്റഡീസും ഉം, കാര്യങ്ങളൊക്കെ പറയുന്നത് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉം, അത് ഡ്രഗ് അഡിക്ഷൻ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങൾ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. ഞാൻ ആ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉം, ഇതില് ഷോ നോട്ട്സിൽ ഇടുകയും ചെയ്യാം. അപ്പൊ നമ്മള് ഉം, ഞാനെപ്പോഴും ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം അതാണ്. നമ്മള് ഈ ഒരു ക്രൈസിസ് ഡ്രഗ് യൂസിന്റെ പ്രശ്നം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിലും നമ്മളുടെ കുട്ടികളുടെ ഇടയിലൊക്കെ. അപ്പോ അതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? ഇവരെയൊക്കെ ക്രിമിനൽസ് ആക്കിയിട്ടാണോ? ഇത് ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് പോലീസ് കേസുകളാക്കിയിട്ടാണോ? അതോ എങ്ങനെയെങ്കിലും നമ്മളൊരു കറക്റ്റ് ചെയ്യേണ്ട ഒരു മെക്കാനിസം ആസ് സൊസൈറ്റി അല്ലെങ്കിൽ ആസ് സ്കൂൾസ്, ആസ് പാരന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യണോ എന്നൊക്കെയുള്ളതാണ് എന്റെ ഒരു ചിന്ത. അപ്പോ നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു മെക്കാനിസം കൊണ്ട് അത്ര വലിയൊരു സക്സസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ ക്രിമിനൽസ് ആക്കിയത് കൊണ്ട് മാത്രം. അതാണ് ഈ സിനിമയിലും കുറെയൊക്കെ കാണിക്കുന്നത്. സോനലിന് എന്താണ് ഉം. അതിൽ തോന്നുന്നത്? എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങള് ഞാനും ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടായിരുന്നു റീസെന്റ്‌ലി. എനിക്കൊരു ഇൻസ്റ്റൻസ് റീസെന്റ്‌ലി സംഭവിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് പാലക്കാട് ഒരു സർവേ ചെയ്തിരുന്നു റീസെന്റ്‌ലി. ഒരു ഉം, റൂറൽ, അർബൺ ഏരിയാസ് കമ്പൈൻ ചെയ്തിട്ട്. ആ സർവേനകത്ത് റൂറൽ, അർബൺ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വ്യത്യാസമില്ലാതെ, ഒക്യുപ്പേഷൻ വ്യത്യാസമില്ലാതെ, ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാരും പറഞ്ഞത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് അവര് ഫേസ് ചെയ്യുന്നത് ഉം, ഡ്രഗ് യൂസേജ് ആണെന്നാണ്. റൈറ്റ്. ഉം, ഞാൻ ഞെട്ടിപ്പോയി. റൈറ്റ്. നമ്മളൊന്നും ഒരുപക്ഷെ നമ്മള് കണ്ണടച്ച് ഇരുട്ടാക്കുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇത് അത്രയും വലിയ പ്രശ്നം തോന്നാത്തോണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡീസെൻസിറ്റൈസ്ഡ് ആയതുകൊണ്ടായിരിക്കും. ഉം, എനിക്കത് അത്രയും വലിയ പ്രശ്നമായിട്ട് ഇത്രയും തോന്നിയില്ലായിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ അതും ഒരു പ്രിഡോമിനന്റ്ലി റൂറൽ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഡ്രഗ് യൂസിന്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി. ഈവൻ മദ്യത്തിന്റെ പ്രശ്നത്തെക്കാട്ടൊക്കെ ഡ്രഗ് യൂസ് ആണ് പറഞ്ഞത്. സോ കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇപ്പം മാറുന്നുണ്ട്. അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. നമുക്കതിനെ ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ആഹ്, നമ്മള് ചിന്തിക്കുമ്പോ ഇപ്പം മദ്യവും
മദ്യവും സിഗരറ്റൊക്കെ ഇതുപോലെ തന്നെ ഈക്വലി ഹാർംഫുൾ ആയ കാര്യങ്ങളാണെന്നുള്ളതാണ് വേറൊരു സൈഡിലുള്ളത്. കാരണം ഉം. സിഗരറ്റ് എടുക്കുകയാണെങ്കിൽ ക്യാൻസറസ് ആണ്. മദ്യം എടുക്കുകയാണെങ്കിൽ വയലൻസും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഡ്രഗ്സ് തന്നെ പല ലെവൽസിലുണ്ട്. പല ഡ്രഗ്സും എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക് ആണ്. സോ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുമിച്ച് സംസാരിക്കേണ്ട ഒരുമിച്ച് അതിനെല്ലാം ഒരു ബോക്സിൽ വെച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാം ഒരു സ്പെക്ട്രത്തിലാണെങ്കിൽ കൂടി. ഉം. രണ്ടാമത്തെ ഒരു കാര്യം ഈ ഡീക്രിമിനലൈസേഷനെ പറ്റി നീ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ക്രിമിനലൈസേഷനെ പറ്റി ചിന്തിക്കാം. എനിക്ക് ഉം. തോന്നുന്നത് ഈ ക്രിമിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റൈറ്റ്? എന്താണ് ഒരു ക്രിമിനൽ ആക്ട്? റൈറ്റ്? അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ആക്ട്, ഒരു ആക്ഷൻ, ഒരാളുടെ ഒരു ആക്ഷൻ ക്രിമിനൽ ആവുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് അതൊരു ക്രിമിനൽ ആക്ഷനായി മാറുന്നത്. റൈറ്റ്? ഉം. അതാണ് ഒരു ക്രിമിനൽ ആക്ഷൻ. റൈറ്റ്? അപ്പം നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തെ ചെറുക്കുക, ഒരാളുടെ വീട് കയ്യേറുക, അല്ലെങ്കിൽ ഒരാളുടെ സാധനം കക്കുക. അപ്പം വേറൊരാളുടെ സ്വാതന്ത്ര്യം, പ്രോപ്പർട്ടി, അയാളുടെ റൈറ്റ്സ് അതിനെ നമ്മള് എന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിനെ എതിർക്കുമ്പോഴോ, അല്ലെങ്കിൽ അതിന്റെ വഴിയിൽ നിൽക്കുമ്പോഴോ ആണ് അതൊരു ക്രിമിനൽ ആക്റ്റായി മാറുന്നത്. ഉം. നമ്മൾ ഹെൽമെറ്റ് വെക്കാത്തത് ഒരു ക്രിമിനൽ ആക്റ്റ് ആണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. റൈറ്റ്? ഇപ്പം ഉം. ഞാൻ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല. എൻ്റെ തല മാത്രമേ പോകത്തുള്ളൂ. റൈറ്റ്? അതുപോലൊരു സംഭവമാണ് ഡ്രഗ് യൂസും. റൈറ്റ്? ഇപ്പോൾ ഒരാൾ ഡ്രഗ്സ് ഉപയോഗിച്ചു. അതിപ്പം പ്രായപൂർത്തിയായ ഒരാളായിക്കോട്ടെ. അയാൾ ഡ്രഗ്സ് ഉപയോഗിച്ചു എന്നുള്ളത് അയാളെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ക്രിമിനൽ ആക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനെപ്പറ്റി നമുക്ക് ഉം. കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അതിനൊരു ക്രിമിനൽ ആക്റ്റ് ആക്കി, പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരത് ചെയ്യുമ്പോൾ ക്രിമിനൽ ആക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഉം. ഒരു സിംപ്റ്റം ഓഫ് എ ഡീപ്പർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. റൈറ്റ്? ഇപ്പം മദ്യം ഉം. ഉപയോഗിക്കുകയാണേലും ഇപ്പോൾ സിഗരറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാ അഡിക്ഷൻസും ഒരു ഒരു സിംപ്റ്റം ആണ്. ഇഷ്യൂ ഉം. ഡീപ്പർ ആണ്. റൈറ്റ്? വേറെ രീതിയിൽ നോക്കുമ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ പിടിക്കുന്ന പല ജുവനൈൽ പിള്ളേരെയും, റൈറ്റ്, അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയോ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയൊക്കെ ഇതാണല്ലോ കുറച്ചുകൂടി സീരിയസ് ആയ ഇഷ്യൂസ്. റൈറ്റ്? ഇപ്പോൾ ഇവരെ നമ്മൾ ഇതാക്കുമ്പോൾ ഇവരെല്ലാം ജുവനൈൽ ഇതിൽ കൊണ്ടുപോകുന്നു, കൗൺസിലിങ്ങും പരിപാടികളും ചെയ്യുന്നു. ഉം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള MSW പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഉം. ഗവൺമെന്റിന്റെ കൗൺസിലിംഗ് മെക്കാനിസവും കാര്യങ്ങളെല്ലാം ഒരു ഭയങ്കര കോമഡിയാണ്. റൈറ്റ്? അവിടെ ഉം. ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല അവർ ചെയ്യുന്നത്. ഇവരെ ഇമ്മീഡിയറ്റ്ലി സ്റ്റീരിയോടിപ്പിക്കലി ആണ് കാണുന്നത്. പല പിള്ളേരും പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ, അല്ലെങ്കിൽ ലോവർ കാസ്റ്റുകളിൽ നിന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രെജുഡിസുകളും കാര്യങ്ങളെല്ലാം ഇവരുടെ മുകളിൽ ചാർത്തപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെയും ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതേസമയം നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് നമുക്കില്ലതാനും. റൈറ്റ്? ഉം. ആ സ്പേസ് ഗവൺമെന്റ് ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. റൈറ്റ്? അപ്പം ഇതൊക്കെയാണ് എനിക്ക് ജനറലി തോന്നിയ ഒരു സംഭവങ്ങൾ. പിള്ളേർക്ക് പ്രോപ്പർലി ഉള്ളൊരു ഒരു സൈക്കോളജിക്കൽ, സൈക്കോ സോഷ്യൽ ഒരു ട്രെയിനിങ് സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും കിട്ടണം. പക്ഷെ അതിനെക്കാട്ടൊക്കെ ഉപരിയായി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ഫാദറും മദറും ചെയ്യേണ്ട റോള് ഒരിക്കലും സ്കൂളിനോ എന്ത് സൈക്കോ സോഷ്യൽ ട്രെയിനിങ്ങിനോ ചെയ്യാൻ പറ്റത്തില്ല. അത് ഉം. അപ്പം ബ്രോക്കൺ ഫാമിലീസ് ലീഡ് ടു ബ്രോക്കൺ പീപ്പിൾ. പിന്നെ ആ ചെയിൻ കണ്ടിന്യൂ ചെയ്യാണല്ലോ. സോ അതും നമ്മൾ സോഷ്യലി പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ജനറലി ഇങ്ങനെ കുറച്ച് തോട്ട്സ് ആണ് ഇതിനെ പറ്റിയുള്ളത്. ഓക്കെ. ആനന്ദ്, എന്താണ് അടുത്ത ഈ സിനിമയെന്ന് മനസ്സിലായെന്ന് അതിനകത്തോട്ട് പോയാലോ? അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ബുക്കിന് ആസ്പദമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്ക് സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയത്. ആ ബുക്കിന്റെ പേര് 'ദ നേർച്ചർ അസംപ്ഷൻ' എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. വളരെ ഒരു ഫിനോമിനൽ ആയിട്ടൊരു ബുക്കാണ്. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാം. അത് ആക്ച്വലി സോനിൽ പറഞ്ഞ ഒരു സംഭവമായിട്ട് കണക്ട് ആവുന്നുണ്ട്. കാരണം നമ്മൾ എവിടുന്നാണ് നമ്മുടെ ഇൻഫ്ലുവൻസസ് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ആ ബുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ പൊതുവെ നമ്മൾ പറയുന്നത് സോനിൽ പറഞ്ഞതുപോലെ ഫാമിലീസ്ന്നും നമ്മൾ എങ്ങനെയാണ് വളർന്നു വരുന്നത്, നമ്മളുടെ വീടിന്റെ സാഹചര്യം, അതൊക്കെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചെങ്കിലും ഉം. ചാലഞ്ച് ചെയ്യുന്ന ഒരു ബുക്കാണ് ഈ ബുക്ക്. അതുകൊണ്ടാണ് ഈ ബുക്കിന്റെ പേര് 'ദ നേർച്ചർ അസംപ്ഷൻ' എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. ജൂഡിത്ത് റിച്ച് ഹാരിസ് ഉം. പറയുന്ന ഒരു ഐഡിയ ഈ പുസ്തകത്തില് നമ്മളുടെ പിയേഴ്സ് ആണ് പ്രധാനമായിട്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു മേജർ റോൾ ജെനറ്റിക്സിനുണ്ട്. നമ്മളുടെ ജെനറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം പിയേഴ്സ് ആണ്. നമ്മളുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാര്, നമ്മളുടെ സമപ്രായക്കാര്, അങ്ങനെയുള്ളവരൊക്കെയാണ് കുറച്ചും കൂടി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് റാദർ ദാൻ പാരന്റ്സ് എന്നുള്ളതാണ് ജൂഡിത്ത് റിച്ച് ഹാരിസ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ അഡോളസൻസ് എന്നൊക്കെ ഉം. പറഞ്ഞ ഒരു നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ ഒരു ടിവി സീരീസ് ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. കാരണം അതിലുള്ള ആ ലീഡ് ക്യാരക്ടർ ആയിട്ടുള്ള ആ കുട്ടിയുടെ പാരന്റ്സ് ആക്ച്വലി വലിയ കുഴപ്പമൊന്നുമില്ല. ബ്രോക്കൺ ഫാമിലി ഒന്നുമല്ല. അത്ര പ്രശ്നമില്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ലവിങ് പാരന്റ്സ് ആണ്. പക്ഷെ സ്റ്റിൽ ആ കുട്ടിയുടെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ചുറ്റുമുള്ള സ്കൂളിലെ അറ്റ്മോസ്ഫിയർ, ആ കുട്ടി കാണുന്ന സോഷ്യൽ മീഡിയയിലെ സാധനങ്ങള്,
മാനോസ്ഫിയർ എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോ ആഹ്, ആ ഒരു ഉം. സംഭവമാണ് ഇതില് ഈ സിനിമയിലും എനിക്ക് തോന്നുന്നത്. എത്രയൊക്കെയാണ് നമ്മളുടെ പിയേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് ഈ സിനിമയിൽ ഉടനീളം വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഒരു റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി ആവുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഈ സിനിമ. കാരണം ഒന്ന് ഈ ഡ്രഗ് ഇഷ്യൂയുടെ കാര്യം, ഓക്കെ. 2 ഈ ഒരു പിയർ ഇൻഫ്ലുവൻസിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോ. അപ്പോ ഈ ജൂഡിത്ത് റിച്ച് ഹാരിസിന്റെ തന്നെ ഉം. ഒരു കോർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് സോഷ്യലൈസേഷൻ തിയറി എന്ന് പറഞ്ഞ് പറയുന്ന ഒരു തിയറിയാണ്. അതിൽ പറയുന്നത് ഉം. കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഒരു എവല്യൂഷണറി ഡ്രൈവ് ഉണ്ട്. ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഫ്യൂച്ചറിലും പാർട്ടാവുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പ്. ഭാവിയിൽ വളർന്നു വരുമ്പോൾ അവർ ഉം. ഭാഗമാവുന്ന സോഷ്യൽ ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് എവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ പിയർ ഉം. ഗ്രൂപ്പാണ്. അവരുടെ സമപ്രായക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോ ഈ ഉം. പുസ്തകത്തിൽ പറയുന്ന വേറൊരു ഐഡിയ അപ്പൊ കുട്ടികൾ നാച്ചുറലി ഈ ഒരു ഗ്രൂപ്പിലാണ് കൂടുതൽ ബിലോങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റാദർ ദാൻ പാരന്റ്സിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഗ്രൂപ്പ് അങ്ങനത്തെ ഇതിലൊക്കെ. അപ്പോ ഉം. അവര് 2 രീതിയിലുള്ള ഒരു ചേമ്പേഴ്സ് പോലെയാണ് കുട്ടികൾ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഫാമിലിയിൽ ഒരു രീതിയിൽ പെരുമാറും, ഫ്രണ്ട്സിന്റെ കൂടെ വേറൊരു രീതിയിൽ പെരുമാറും. ഉം. നമ്മളൊക്കെ ആക്ച്വലി കടന്നു വന്ന സാഹചര്യം ഉം. ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ ബിഹേവ് ചെയ്യുക. ഉം. പലപ്പോഴും നമ്മൾ വളർന്നു വരുമ്പോൾ ഈ ഫ്രണ്ട്സ് ഉം. ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ബിഹേവിയർ ആണ് നമ്മൾ കൂടുതൽ അങ്ങനത്തെ ഒരു ആളായിട്ടാണ് നമ്മൾ കൂടുതൽ മാറുക. അവരാണ് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഉം. വളർന്നു വരുമ്പോൾ ബിഹേവ് ചെയ്യുക. പലപ്പോഴും ആ പിയർ ഗ്രൂപ്പിന്റെ ബിഹേവിയർ ആയിട്ടാണ് നമ്മൾ കൂടുതൽ കണക്ട് ഉം. ചെയ്യുക. അപ്പോ അതാണ് ഈ ഗ്രൂപ്പ് സോഷ്യലൈസേഷൻ തിയറി ഉം. എന്ന് പറഞ്ഞിട്ട് ജൂഡിത്ത് റിച്ച് ഹാരിസ് പറയുന്നത്. നമ്മൾ കൂടുതൽ ചിൽഡ്രനെ അല്ലെങ്കിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ പിയർ ഗ്രൂപ്പാണ്, ഫ്രണ്ട്സ് ആണ് എന്നൊക്കെയുള്ളത്. അപ്പൊ ആ ഫ്രണ്ട്സിന്റെ ഇടയിലുണ്ടാവുന്ന ഉം. ബിഹേവിയേഴ്സ്, അവരുടെ ഇൻഫ്ലുവൻസസ് അതൊക്കെയാണ് കുട്ടികളെ കൂടുതലായിട്ട് മൈൻഡിൽ ഇംപ്രിന്റ് ചെയ്യുന്നത്. അപ്പോ ഈ ഡ്രഗ് യൂസും ഒക്കെ ആക്ച്വലി നമ്മൾക്കത് അതിലും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾക്ക് ആദ്യമായിട്ട് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്നത് അവരുടെ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെയാണ് സർവേസ് പറയുന്നത്. അപ്പോ അതൊക്കെ ഫ്രണ്ട്സിനെ പോലെ ബിഹേവ് ചെയ്യുക. ചുറ്റും കാണുന്ന സെയിം ഏജിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ കൂടെ ബിലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും ഡ്രഗ് യൂസിലേക്ക് കടക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾക്ക് ഈ ഉം. കുട്ടികളുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കാര്യം നമ്മൾ ഉം. മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സിനും നമ്മുടെ എഡ്യൂക്കേഷൻ ഉം. സിസ്റ്റം ബിൽഡ് ചെയ്യുന്നവരും ഒക്കെ ഇതിനെപ്പറ്റി എഡ്യൂക്കേഷൻ പോളിസീസ് ഡിസൈൻ ചെയ്യുന്നവരും ഒക്കെ ഇതിനെപ്പറ്റി ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മൾ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, നേഹയുടെ കൂടെ. ആ ആർട്ടിക്കിളും ഞാൻ ഷെയർ ചെയ്യാം. നേഹ ഉം. ആക്ച്വലി ടീച്ച് ഫോർ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഒരു ഫെല്ലോ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഇപ്പൊ ഒരു സ്കൂളിന്റെ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അവള് ഈ പ്രശ്നത്തിനെ പറ്റിയിട്ടൊക്കെ ഉം. എന്നോടും പേഴ്സണലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അവളൊരു എപ്പിസോഡിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ എപ്പിസോഡ് യാഹ്! കാണുന്നവർക്ക് അങ്ങനത്തെ ഒരു എപ്പിസോഡ് ചെയ്യണം കൊണ്ടുവരണം. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പറയാ. നമ്മള് നേഹേനെ മോട്ടിവേറ്റ് ചെയ്യാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു എപ്പിസോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പൊ നേഹ അവിടെ യൂസ് ചെയ്ത കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ യാഹ്! പറയുന്നുണ്ടായിരുന്നു. കാരണം നേഹ പറയുന്ന ഒരു ഐഡിയ സ്ട്രോങ് ക്ലാസ് റൂം കൾച്ചേഴ്സ്. ഒരു ക്ലാസ് റൂം എപ്പോഴും ഒരു സേഫ് സ്പേസ് ആയിരിക്കണം ഒരു കുട്ടിക്ക്. എപ്പോ വേണമെങ്കിലും അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന, അവർക്ക് ധൈര്യത്തോടെ കടന്നു വരാൻ പറ്റുന്ന, അവർക്ക് സന്തോഷം തോന്നുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം ക്ലാസ് റൂമുകൾ ഉണ്ടാവേണ്ടത്. കാരണം ക്ലാസ് റൂമിൽ ഉള്ള ഇൻഫ്ലുവൻസ്, അവരുടെ സഹപാഠികളിൽ നിന്നുണ്ടാവുന്ന ഇൻഫ്ലുവൻസ് അതൊക്കെയാണ് ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പബ്ലിക് പോളിസിയിൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ അടിപൊളി ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കും, അടിപൊളി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ടാക്കും, അടിപൊളി സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഓരോ ക്ലാസ് റൂം ഒരു കുട്ടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണോ? ആ കുട്ടി അവിടെ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? ആ കുട്ടിയുടെ ഫ്രണ്ട്സ് ആ കുട്ടിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ആ ഫ്രണ്ട് ഗ്രൂപ്പിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഉം. ഇൻഫ്ലുവൻസുകൾ? ഇതൊക്കെയാണ് ഒരു കുട്ടിയെ ഭയങ്കരമായിട്ട് ഉം. ഷേപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും അത് അൺഅഡ്രസ്ഡ് ആയിട്ട് വെക്കുകയാണ്. അത് നമ്മൾ ആലോചിക്കാറില്ല. ഉം. ഈ സിനിമ ആക്ച്വലി കുറെയൊക്കെ അങ്ങനത്തെ ഇൻഫ്ലുവൻസുകളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും കൂടി എന്നെ എനിക്ക് ഉം. സന്തോഷം തോന്നി. അല്ലെങ്കിൽ എന്നെ ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്ത ഒരു കാര്യമാണ്. എന്താണ് സോനലിന് ആഡ് ചെയ്യാനുള്ളത് ഇതില്? എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഫോർമേറ്റീവ് ഇയേഴ്സില് മേ ബി 1, 2, 3, 4, 5 ഇയേഴ്സിലൊക്കെ ഒരുപക്ഷെ പേരൻസിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അതാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എനിക്കറിയത്തില്ല. ബട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ആം, എൻ്റെ ജീവിതത്തില് എൻ്റെ ഫ്രണ്ട് സർക്കിൾസ് ആണ് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ യാ എനിക്ക് അത്രേ ആഡ് ചെയ്യാനുള്ളൂ. ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സും
എന്താ പറയാ, ബുദ്ധിമുട്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കുടുക്കിലായിരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന അതാണല്ലോ നല്ല ഫ്രണ്ട്സിന്റെ ഡെഫിനിഷൻ, റൈറ്റ്? നമ്മളെന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര്, റൈറ്റ്? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര്, അങ്ങനത്തെ ഫ്രണ്ട്സ് ഉള്ളത് എപ്പോഴും ഒരു ബ്ലെസ്സിംഗ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. സോനിൽ പറഞ്ഞ ഒരു സംഭവം ആക്യുറേറ്റ് ആണ്. അതായത് ഫോർമേറ്റീവ് ഇയേഴ്സിൽ എപ്പോഴും പാരന്റ്സ് തന്നെയാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. പക്ഷേ അതിനേക്കാളും മുകളിലാണ് ഈ പിയേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ് ജൂഡിത്ത് ഹാരിസ് പ്രധാനമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്. ഓ, അപ്പൊ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് അതിൽ ഓക്കെ. എന്നുള്ളതാണ് പറയാനുള്ളത്. കൂൾ. ഓക്കെ. ഇതല്ലാതെ ഇനി എന്താണ് എന്താണ് ലേണിംഗ്? വാഴ, രണ്ടാമത്തെ വാഴ സിനിമയിൽ നിന്ന്. ഈ സിനിമ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എല്ലാ സിനിമയും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ സൊസൈറ്റിയിൽ കാണുന്ന ഇൻഫ്ലുവൻസസും അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സിനിമ എടുക്കാനും അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാനും ഒക്കെ. അപ്പോൾ ഒരു സിനിമേനെ നമുക്കൊരിക്കലും സൊസൈറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൊസൈറ്റിയുടെ പല കാര്യങ്ങളും ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സംഭവം ഇതില് അലന്റെയും വിനായകിന്റെയും ക്യാരക്ടർ മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ അജിൻ എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ ആക്ച്വലി ഗൾഫിൽ എവിടെയോ പോയിട്ട് വർക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു മൈഗ്രേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഉം. റിഫ്ലക്ഷൻ ആണ്. നമ്മള് ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടോ ഇവിടെ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഇവിടെയുള്ള യുവാക്കൾ പലരും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വലിയൊരു സാധ്യതയായിട്ട് കാണുന്നത് പുറം രാജ്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോ അപ്പോഴും ഇവിടെ ഈ സിനിമയിൽ പറയുന്ന ഒരു ഉം. സംഭവം ഇതത്ര റോസി ആയിട്ടുള്ള ഒരു പിക്ചർ അല്ല. ഇതത്ര നല്ലൊരു സിറ്റുവേഷൻ ഒന്നും അല്ല പലപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്നവർ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആള് അവിടെ വെയിലത്ത് പണിയെടുക്കുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്. യുകെയിൽ മൈഗ്രേറ്റ് ചെയ്ത ഈ അലന്റെയും വിനായകിന്റെയും ഉം. ക്യാരക്ടേഴ്സ് അവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവിടെ ജോലി കിട്ടാത്തതും അവിടെ എഡ്യൂക്കേഷനിലും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഭാഷ അറിയാത്തതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ആക്ച്വലി സോനലിന്റെയും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ചോദിക്കണം എന്ന് തോന്നി. കാരണം നമ്മുടെ ഒരു മൈഗ്രേഷൻ സിസ്റ്റം അത്ര അത്ര സസ്റ്റൈനബിൾ ആണോ? നമ്മൾക്ക് അത് മാത്രം റിലൈ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്റ്റേറ്റിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളും കൂടി എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ് സോനലിന് തോന്നുന്നത്? മൈഗ്രേഷനെ പറ്റി 1, 2 തോട്ട്സ് ഉണ്ട്. നീ പറഞ്ഞപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ ഇലക്ഷൻ റീസെന്റ്ലി കഴിഞ്ഞല്ലോ. റിസൾട്ടൊക്കെ വരാൻ പോവാണ് 1 മാസത്തിനുള്ളിൽ. അപ്പം പല പാർട്ടികളും ഈ മൈഗ്രേഷൻ വളരെ വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ വളരെ മോശം കാര്യമാണ്, നമ്മളതിനെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരമുണ്ട്. എനിക്കതിനോട് അത്ര എഗ്രിമെന്റ് ഇല്ല. കാരണം ഇപ്പം ഈ യുകെ, യുഎസ്, കാനഡ പോലത്തെ കൺട്രികളിൽ, അല്ലെങ്കിൽ വേറെ പല കൺട്രികളിലും യൂറോപ്യൻ നേഷൻസിൽ സ്പെഷ്യലി അവിടെയൊക്കെ ഏജിങ് പോപ്പുലേഷനാണ്. അല്ലെങ്കിൽ പോപ്പുലേഷന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചില ജോലികളിൽ, ചില ഏരിയാസിൽ അവർക്ക് ഉം, ഇന്ത്യ പോലത്തുള്ള കൺട്രീസിനുള്ള ലേബറിൻ്റെ ആവശ്യമുണ്ട്, റൈറ്റ്? അതുകൊണ്ടാണ് അവർ ഇന്ത്യ പോലത്തെ കൺട്രീസിലേക്ക് ലേബറിന് ആ ന്യൂസ് എത്തുന്നു, അവരങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു, അവരവിടെ പോയി ജോലി ചെയ്യുന്നു. അതൊരു കൂടുതൽ ശമ്പളവും അല്ലെങ്കിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഉള്ളതുകൊണ്ടാണ് മലയാളികൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പം അതിൽ തെറ്റൊന്നുമില്ല, റൈറ്റ്? അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ഇങ്ങോട്ടേക്ക് ബംഗാളികൾ വരുന്നുണ്ട്, അതിൽ തെറ്റില്ല. ഈ മൈഗ്രേഷൻ എപ്പോഴും നടക്കും. ആവശ്യമുള്ള സ്ഥലങ്ങളും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാകുമ്പോൾ ആ മിസ്മാച്ച് ഫില്ല് ചെയ്യുന്നത് മൈഗ്രേഷൻ കൊണ്ടാകുന്നത് എപ്പോഴും നടക്കുന്ന നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നടക്കുകയും ചെയ്യണം. ആഹ് പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പല മലയാളികൾക്കും ഈ കേരളത്തിൽ നിൽക്കാനൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവരൊരുപക്ഷെ കേരളത്തിൽ നിന്നാനെ. ആം, അല്ലെങ്കിൽ ഇപ്പം ചെറിയൊരു ശമ്പളത്തിനൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അത്രയും ശമ്പളമെങ്കിലും കേരളത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അവർ കേരളത്തിൽ എന്തായാലും നിന്നാനെ. അപ്പം അവർക്ക് ആ ചോയ്സ് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു അനീതിയാണ്. ആ ചോയ്സ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പബ്ലിക് പോളിസി, ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന പബ്ലിക് പോളിസിയുടെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരുടെ ചോയ്സസ്, എല്ലാ ഏരിയാസിലത്തും ആൾക്കാരുടെ ചോയ്സസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ആൾക്കാരുടെ ചോയ്സസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ജോലിക്കുള്ള കേരളത്തിലുള്ള മലയാളികളുടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലുള്ള കേരളത്തിലുള്ള മലയാളികളുടെ ചോയ്സസ് കുറയുന്നത് കൊണ്ടാണോ പലരും പുറത്തു പോകേണ്ടി വരുന്നത്?
അത് കുറയ്ക്കാൻ ഗവൺമെന്റിന് അറിഞ്ഞുകൊണ്ട് കുറച്ച് അതിനകത്ത് കൈയുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. എനിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ റീസെന്റ്ലി ഒരു ഒരു യൂട്യൂബ് വീഡിയോ കാണുമായിരുന്നു ഒരാൾ സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞു, ആം, കേരളത്തിലെ കമ്പനികൾ വരുന്നതിനെതിരെ നമ്മൾ ശക്തമായ റെഗുലേഷൻസ് കൊണ്ടുവരണം. അവർക്ക് അവർ കമ്പനികൾ കേരളത്തിൽ തുടങ്ങാൻ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടാക്കണം. ഏറ്റവും ശക്തമായ ലേബർ റെഗുലേഷൻസ്, എൻവയൺമെൻറ്റൽ റെഗുലേഷൻസ്, എല്ലാ റെഗുലേഷൻസും നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയുള്ള കമ്പനി ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. റൈറ്റ്, അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള കമ്പനി ഇവിടെ വന്നാൽ മതി എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ലാത്ത കമ്പനികളിൽ മലയാളികൾ ഇവിടുന്ന് കൊ- ആയിരക്കണക്കിന് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഗൾഫിലും യൂറോപ്പിലൊക്കെ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. അവിടുത്തെ കമ്പനികൾക്ക് ലേബർ റെഗുലേഷനും ഒന്നുമില്ല. റൈറ്റ്, അപ്പോൾ അവിടെ വർക്ക് ചെയ്യണേക്കാട്ടും വേണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്താൽ മതിയായിരുന്നല്ലോ അവർക്ക്. റൈറ്റ്, അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അപ്പം കമ്പനികൾ കൊണ്ടുവരാനും ഇൻഡസ്ട്രീസ് വരാനും അതിന് റെഗുലേഷൻസ് വേണം. പക്ഷേ നമ്മൾ കഴുത്തിന് പിടിച്ചിട്ട് കമ്പനികൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പല കമ്പനികളും ഇവിടെ ഇട്ടിട്ട് പോകും. ഓൾറെഡി പല കമ്പനികളും ഇട്ടിട്ട് പോകുന്ന ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. അത് സംഭവിക്കരുത്. അപ്പം ആൾക്കാരുടെ ചോയ്സസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എഡ്യൂക്കേഷനകത്തും ഇൻഡസ്ട്രീസിനകത്തും. നൗ പലപ്പോഴും ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കേരളത്തിൽ വളരെ മോശമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷനെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്യുമ്പോൾ. അതിനുള്ള വലിയ കാരണം കേരളത്തിൽ ഇൻഡസ്ട്രീസുകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡസ്ട്രീസുകളാണ് പൊതുവേ സ്കില്ലുള്ള രീതിയിൽ ഹയർ എഡ്യൂക്കേഷനെ പുള്ള് ചെയ്യുന്നത് മുകളിലോട്ട്. ഉം. അപ്പം ഇൻഡസ്ട്രീസിലെ വലിയ സ്കില്ലുകൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ വലിയ സ്കില്ലുകൾ കൊടുക്കാതെ അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നു. അങ്ങനെ ഇത് രണ്ടും ഒരുമിച്ച് വളരുന്നു. അപ്പോൾ കേരളത്തിലാരും ജോലി ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നൗ പണ്ടൊക്കെ ജോലിക്കാണ് ആൾക്കാർ പുറത്തോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷന് പലരും പോകുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പലരുടെ അടുത്ത് നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ വളരെ ക്ലോസ് ആയ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ +2 വരെ നല്ല അടിപൊളിയായിട്ട് ഉഴപ്പി. ആഹ് അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് സപ്ലി ആയിരുന്നു. ഫുൾ ബാക്ക് പേപ്പേഴ്സ് ആയിരുന്നു. അതിനുശേഷം അവൻ ന്യൂസിലൻഡിൽ പോയി. ന്യൂസിലൻഡിൽ പോയിട്ട് പുള്ളി ആഹ് ഭയങ്കര പഠിത്തം പഠിച്ചു. ഫസ്റ്റ് റാങ്ക് ആയി. അവിടുത്തെ നല്ല ശമ്പളമുള്ള ജോലി കയറി. എല്ലാം അടിപൊളി. റൈറ്റ്. അപ്പോൾ പുള്ളീനെ നോക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നത്, ആ +2 വരെ ഉഴപ്പി നമ്മള് ബാച്ചിലേഴ്സും കുറച്ച് ഉഴപ്പിയാലും കുഴപ്പമില്ല. പുറത്ത് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് പോയി കഴിഞ്ഞാൽ, ലോണൊക്കെ എടുത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സെറ്റാക്കാം, രക്ഷപ്പെടാം, പിന്നെ ലോൺ അടച്ച് തീർത്താൽ മതി എന്നൊരു തോന്നൽ വരും. ആൻഡ് ഇത് പലരുടെയും കേസിൽ ശരിയാവുന്നുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. അപ്പം പുള്ളി എന്നോട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്കിങ്ങനെ പുറത്ത് പോയിട്ട് അവിടെ നമുക്ക് സെറ്റാക്കാം, ഇവിടെ എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ അതിനകത്തും ശരിയുണ്ട്. നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ. അപ്പം ഇങ്ങനത്തെ പുറത്ത് പോയി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും, ഇവിടെ ജോലിയില്ല, ഇവിടെ ജോലി ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുമ്പം പലരും ചിന്തിക്കുന്നത് ഇവിടെ പഠിച്ചിട്ടും കാര്യമില്ല, ഇവിടെ നമ്മൾ നന്നായി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്ത് പോയിട്ട് നമുക്കിതെല്ലാം. അപ്പം ഇതൊരു പുറത്ത് പോകുന്ന ഒരു ബിഗ് ഒരു റിഡംഷൻ സാധനമായിട്ടാണ് പലരുടെയും ഇതിൽ വരുന്നത്. ആൻഡ് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. അപ്പം മൈഗ്രേഷൻ ഇൻ ഇറ്റ്സെൽഫ് തെറ്റല്ലെങ്കിലും, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നം ഇൻട്രിൻസിക്കലി ഇല്ലെങ്കിലും, ഇവിടെ ആൾക്കാരുടെ ചോയ്സസ് ഇൻ ടേംസ് ഓഫ് നല്ല എഡ്യൂക്കേഷൻ, നല്ല ജോലികൾ, നല്ല ഇൻഡസ്ട്രീസ്, അവരുടെ നല്ല സ്കിൽസ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു അതിനകത്ത് അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് മൈഗ്രേഷനെ പറ്റി എനിക്ക് ജനറലി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. സോനിൽ പറയുന്ന ആക്ച്വലി ഈ സിനിമയിലും, സോനിൽ സിനിമ കണ്ടിട്ടില്ലെങ്കിലും ഇത് സിനിമ കണ്ടവർക്കൊക്കെ ആക്ച്വലി സോനിൽ പറയുന്നതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് പോവുക, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലൊക്കെയാണ് അവരൊക്കെ ആ, ഇതിലുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അഗെയിൻ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആണ്. നമ്മൾക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാണ് സോനിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ആ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ആൾക്കാരെ ഫോഴ്സ് ചെയ്യുന്നത് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള ഒരു സംഭവമുണ്ട്. അവരുടെ ചോയ്സസ് കുറക്കുന്നത്. അഗെയിൻ അതൊക്കെ നമ്മൾ ആസ് പോളിസി മേക്കേഴ്സ് അല്ലെങ്കിൽ പോളിസീനെ പറ്റി ചിന്തിക്കുന്നവർ എന്നുള്ള രീതിയിൽ ആലോചിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഓക്കെ. അപ്പം ആനന്ദ് വാഴ 2-ൽ കണ്ടിട്ടുള്ള പബ്ലിക് പോളിസി പല ലെസൺസും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചു. നിങ്ങളും വാഴ 2 കണ്ട ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും, പോളിസി തന്നെ ആവണമെന്നില്ല, സൊസൈറ്റിനെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലിടാം. വേറെ ഏതെങ്കിലും സിനിമ ഞങ്ങൾ പോളിസി ലെൻസിലൂടെ സംസാരിക്കണമെന്ന് ഇതുണ്ടെങ്കിൽ ഞങ്ങളെ ട്രോളരുത്. അത് ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത സിനിമയൊക്കെ ഇട്ടരുത്. പക്ഷേ നല്ല ഏതെങ്കിലും സിനിമ ഇപ്പം സംസാരിക്കണം താല്പര്യമുണ്ടെങ്കിൽ അതും കമൻസിലിടുകയാണെങ്കിലും നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ. യാ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് പിന്നെയും കാണാം. ബൈ ബൈ. ബൈ.